നമസ്കാരം. വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം, അതോടൊപ്പം തന്നെ ആധുനീകരണം, സംയോജനം, SIR ഇവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാന ശിലയായ വോട്ടവകാശം ഉറപ്പാക്കുന്നതിൽ ഈ നടപടിക്രമങ്ങൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. ബൂത്ത് ലെവൽ ഓഫീസർമാർ, BLOമാർ നമ്മുടെ വീടുകൾ തോറും സന്ദർശിച്ച് അവർ നൽകുന്ന എന്യൂമറേഷൻ ഫോമുകൾ തെറ്റില്ലാതെ പൂരിപ്പിച്ച് 2025 ഡിസംബർ 4-നകം തിരികെ ഏൽപ്പിക്കേണ്ടത് ഓരോ പൗരന്റെയും മൗലിക ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ ഫോമുകൾ പൂരിപ്പിച്ച് നൽകുന്നവരുടെ വിവരങ്ങൾ മാത്രമാണ് ഡിസംബർ 9-ന് പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുക. ഏതെങ്കിലും കാരണവശാൽ ഫോം പൂരിപ്പിച്ച് നൽകാതിരിക്കുകയോ SIR നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്യുന്നവർ കരട് പട്ടികയിൽ നിന്ന് പുറത്താകാനും തുടർന്ന് വോട്ടവകാശം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരക്കാർക്ക് ഡിസംബർ 9-ന് ശേഷം ഫോം 6 മുഖേന പട്ടികയിൽ പേര് ചേർക്കുന്നതിന് പ്രത്യേക അപേക്ഷ സമർപ്പിക്കാൻ അവസരം ലഭിക്കുന്നതാണ്. എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ ആവശ്യമായ വിവരങ്ങൾ സജ്ജമാക്കി വെക്കുന്നത് നടപടികൾ വേഗത്തിലാക്കാനായിട്ട് സഹായിക്കും. ജനനത്തീയതി, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പർ അതായത് എപ്പിക് നമ്പർ എന്നിവ അടിസ്ഥാനപരമായ വിവരങ്ങളാണ്. ഇതിനുപരിയായിട്ട് 2002-ലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് SIR നടപടികൾ പുരോഗമിക്കുന്നത്. 2002-ലെ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിച്ച് അന്നത്തെ നിയോജക മണ്ഡലം, അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിലെ പാർട്ട് നമ്പർ, ക്രമ നമ്പർ എന്നിവ കൂടി അറിഞ്ഞിരിക്കണം. ഫോമിൽ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടുന്ന ആദ്യ ഭാഗം, 2002-ലെ പട്ടികയിൽ വോട്ടർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൂരിപ്പിക്കേണ്ട 10 വിവരങ്ങളുള്ള രണ്ടാം ഭാഗം, പിതാവ്, മാതാവ്, പങ്കാളി എന്നിവർ 2002-ലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൂരിപ്പിക്കേണ്ട 10 വിവരങ്ങളുള്ള മൂന്നാം ഭാഗം. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വിവരങ്ങൾ വളരെ ശ്രദ്ധയോടും കൃത്യതയോടും കൂടി പൂരിപ്പിച്ച് നൽകിയാൽ മാത്രമേ കരട് പട്ടികയിൽ പേര് ഉൾപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാവൂ. പല വോട്ടർമാരിലും ആശങ്ക സൃഷ്ടിക്കുന്ന മറ്റൊരു പ്രധാന വിഷയമാണ് 2002-ലെയും 2025-ലെയും വോട്ടർ പട്ടികകളിലെ പേരിലെ വ്യത്യാസങ്ങൾ. 2002-ലെ പട്ടികയിൽ പേര് തെറ്റായോ അപൂർണമായോ നൽകിയിട്ടുണ്ട്. എന്നാൽ 2025-ലെ പട്ടികയിൽ ശരിയായ പേരാണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യണമെന്ന സംശയം സ്വാഭാവികമാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ 2002-ലെ പട്ടികയിൽ എന്താണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് അതേപടി പൂരിപ്പിച്ച് നൽകുകയാണ് വേണ്ടത്. SIRന്റെ ലക്ഷ്യം വോട്ടറുടെ വിവരങ്ങൾ 2002-ലെയും 2025-ലെയും പട്ടികകളിൽ ഒന്നു തന്നെയാണെന്ന് സ്ഥിരീകരിക്കുക എന്നത് മാത്രമാണ്. പഴയ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകിയാലും ഡിസംബർ 9-ന് പുറത്തിറങ്ങുന്ന കരട് വോട്ടർ പട്ടികയിൽ 2025-ലെ പട്ടികയിലുള്ള പേര് വിവരങ്ങൾ തന്നെയാണ് ഉൾക്കൊള്ളിക്കുക എന്നതിനാൽ തന്നെ വോട്ടർമാർക്ക് ഈ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. SIR നടപടികൾക്ക് ആവശ്യമായ രേഖകൾ സമർപ്പിക്കേണ്ടതുമായി ബന്ധപ്പെട്ട വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. 2002-ലെയും 2025-ലെയും പട്ടികകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അവർ എന്യൂമറേഷൻ ഫോമിൽ ഒപ്പിട്ട് നൽകിയാൽ മാത്രം മതിയാകും. അധിക രേഖകൾ ഒന്നും തന്നെ സമർപ്പിക്കേണ്ടി വരുന്നില്ല. 2025-ലെ പട്ടികയിൽ ഉൾപ്പെട്ടവരും എന്നാൽ 2002-ലെ പട്ടികയിൽ ഉൾപ്പെടാത്തവരുമായിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മാതാപിതാക്കളോ 2002-ലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ ഫോമിൽ സൂചിപ്പിച്ചാൽ മതിയാകും. ഇവരും മറ്റ് രേഖകൾ സമർപ്പിക്കേണ്ടതില്ല. എന്നാൽ വ്യക്തിയും മാതാപിതാക്കളും 2002-ലെ പട്ടികയിൽ ഉൾപ്പെടാത്ത പക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ച 12 രേഖകളിൽ 1 തെളിവായി സമർപ്പിക്കേണ്ടി വരും. ഈ രേഖകൾ ഫോം പൂരിപ്പിച്ച് BLOയെ ഏൽപ്പിക്കുമ്പോൾ നൽകേണ്ടതില്ല. തെളിവെടുപ്പിനായിട്ട് നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് അധിക വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന രേഖകളുമായിട്ട് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ERO ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ഹാജരായാൽ മതിയാകും. 2002-ലെയും 2025-ലെയും പട്ടികകളിൽ ഉൾപ്പെടാത്ത പുതിയ വോട്ടർമാർ നിലവിൽ വിവരശേഖരണത്തിൽ പങ്കുചേരേണ്ടതില്ല. ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം സാധാരണ നടപടിക്രമം അനുസരിച്ച് ഫോം 6 പൂരിപ്പിച്ച് പട്ടികയിൽ പേര് ചേർക്കാനായി അപേക്ഷ സമർപ്പിക്കുകയാണ് ഇവർ ചെയ്യേണ്ടത്. ഇനി വിദേശ ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്ന പ്രവാസി വോട്ടർമാർക്കായിട്ട് 2 മാർഗ്ഗങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ഇവരുടെ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് കുടുംബാംഗങ്ങൾക്ക് തന്നെ ഒപ്പിട്ട് നൽകുക. രണ്ടാമതായിട്ട് ഓൺലൈൻ വഴി ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യാം. ആദ്യത്തെ രീതിയാണ് കൂടുതൽ പ്രായോഗികവും ലളിതവും. 2002-ലെയും 2025-ലെയും പട്ടികയിൽ ഉൾപ്പെടാത്ത പ്രവാസികൾ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പ്രവാസി വോട്ടർമാർക്ക് വേണ്ടിയുള്ള ഫോം 6A പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. മുൻപ് എന്യൂമറേഷൻ ഫോം എംബസി സാക്ഷ്യപ്പെടുത്തണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും നിലവിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിലെ വിവരങ്ങളിൽ ഫോൺ നമ്പർ ബന്ധിപ്പിച്ചവർക്ക് മാത്രമാണ് ഓൺലൈൻ വഴി SIR അപേക്ഷാ ഫോം സമർപ്പിക്കാൻ സാധിക്കുക. ഇതിനായി voters.eci.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ലിങ്ക് തുറന്ന് ലോഗിൻ ചെയ്യണം. സൈൻ മുഖേന മാത്രമേ ഫോം സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ എപ്പിക്കിലെ പേരും ആധാറും ഉപയോഗിച്ച് സൈൻ ചെയ്യുന്ന വ്യക്തിയുടെ പേരും കൃത്യമായി പൊരുത്തപ്പെടേണ്ടതാണ്. മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത വോട്ടർമാർ ഫോം 8 വഴി മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കാനായിട്ട് അപേക്ഷ സമർപ്പിക്കണം. ഓൺലൈൻ ഫോമിൽ 2002-ലെ പട്ടികയിൽ ഉൾപ്പെട്ടവർ, 2002-ലെ പട്ടികയിൽ ബന്ധുക്കളുള്ളവർ, ഈ രണ്ടിലും പെടാത്തവർ എന്നിങ്ങനെ 3 ഓപ്ഷനുകളിൽ നിന്ന് ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. പലതരം വെരിഫിക്കേഷനുകൾ ഇതിനായിട്ട് പൂർത്തിയാക്കേണ്ടി വരും. വോട്ടർ പട്ടികയിലെയും ആധാർ വിവരങ്ങളിലെയും പൊരുത്തക്കേടുകൾ ഉണ്ടായാൽ ഓൺലൈൻ അപേക്ഷാ നടപടികൾ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. SIR നടപടികൾക്ക് ആവശ്യമായ 2002-ലെ വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ പരിശോധിക്കുന്നത് വളരെ ലളിതമാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള www.ceo.kerala.gov.in അതിൽ പ്രവേശിച്ചുകൊണ്ട് വോട്ടേഴ്സ് കോർണർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് SIR 2002 എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. അവിടെ തെളിയുന്ന വിൻഡോയിൽ ജില്ല, നിയമസഭാ മണ്ഡലം എന്നിവ നൽകിയാൽ ബൂത്ത് വിവരങ്ങൾ ലഭ്യമാകും. വോട്ട് ചെയ്ത ബൂത്തിന്റെ പേരിൽ ക്ലിക്ക് ചെയ്താൽ 2002-ലെ വോട്ടർ പട്ടിക കാണാൻ സാധിക്കും.
കൂടാതെ വോട്ടർമാർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി അത് BLOമാർ വിവരശേഖരണത്തിനായിട്ട് എത്തുമ്പോൾ സ്ഥലത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. 2025 വോട്ടർ പട്ടികയിലുള്ള വിലാസത്തിലാണ് എന്യൂമറേഷൻ ഫോം എത്തിക്കുക. താമസം മാറിപ്പോയവർ ഫോം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ വീട് അടഞ്ഞുകിടക്കുകയോ വോട്ടർ സ്ഥലത്തില്ലെന്ന് സമീപവാസികൾ അറിയിക്കുകയോ ചെയ്താൽ BLO ആ ഫോം മടക്കി അയക്കാനും വോട്ടർ കരട് പട്ടികയിൽ നിന്ന് പുറത്താകാനും സാധിക്കും. അതിനാൽ തന്നെ SIR ഫോം ലഭിക്കുന്നതിനായിട്ട് വോട്ടർമാർ തന്നെ മുൻകൈ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കരട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1987 ജൂലൈ 1 മുൻപുള്ള ജനനം, രണ്ടാമതായിട്ട് 1987 ജൂലൈ 1 2004 ഡിസംബർ 2 ഇടയിലുള്ള ജനനം, മൂന്നാമതായിട്ട് 2004 ഡിസംബർ 2 ശേഷമുള്ള ജനനം. ഇവയാണ് പ്രധാന മാനദണ്ഡങ്ങൾ. ഓരോ വിഭാഗക്കാർക്കും ജനനത്തീയതി തെളിയിക്കുന്ന രേഖകൾക്കൊപ്പം മാതാപിതാക്കളുടെ രേഖകളും സമർപ്പിക്കേണ്ട ആവശ്യകതയുണ്ട്. പൗരത്വം തെളിയിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന 12 രേഖകളിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ടവയാണ് പ്രധാനമായിട്ട് പാസ്പോർട്ട്, അതുപോലെ യോഗ്യതയുള്ള അധികാരി നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ്, പെൻഷൻ പേയ്മെന്റ് ഓർഡർ, സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവ. അപ്പോൾ ഈ SIR നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളുള്ളവർക്ക് സഹായത്തിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹെൽപ്പ് ലൈൻ സൗകര്യങ്ങളൊക്കെ തന്നെ ലഭ്യമാണ്. പ്രവാസി വോട്ടർമാർക്ക് 0471251965 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചുകൊണ്ട് രാവിലെ 9 മുതൽ വൈകിട്ട് 7 മണി വരെ സംശയ നിവാരണം നടത്താവുന്നതാണ്. കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടുകൂടി SIR അപേക്ഷാ ഫോം നിങ്ങൾ എല്ലാവരും പൂരിപ്പിച്ച് നിങ്ങളുടെ വോട്ടവകാശം ഉറപ്പാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.